ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1K ലൈക്ക് ടാർജിട്ടുണ്ട്. എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നയനയും ആദർശിനെയും തന്നെയാണ്. അങ്ങനെ ഡോക്ടർ നയനയോടും ആദർശിനോടും പറയാണ്, ഇപ്പൊ ഏതായാലും തൽക്കാലം ആ കുട്ടീനെ കാണാൻ പറ്റില്ല, ഒരു 24 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആദർശിനോടും പറഞ്ഞു ഡോക്ടർ, ഇനിയിപ്പം തനിക്ക് പോകണമെങ്കിൽ പോകാം, മോൾ ഇവിടെ നിൽക്കുവാണെങ്കിൽ നിന്നോ, ഒരാൾ ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, അത് വേണ്ട സാർ, ഏതായാലും അവക്ക് എങ്ങനെയുണ്ടെന്ന് അറിയട്ടെ, എന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ ശരി, ഏതായാലും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ടേക്ക് പോയി കേട്ടോ. നയനയാണെ ഭയങ്കര കരച്ചില്. നയനയുടെ കരച്ചിൽ കണ്ടിട്ട് ആദർശ് പറഞ്ഞു, നീ കരയാതിരിക്കുക, നിനക്കിപ്പോൾ തോന്നുന്നുണ്ടോ ഈ കല്യാണം വേണ്ടായിരുന്നു എന്നും അനീനെയും അതുപോലെ തന്നെ നന്ദുവിനെയും കൂട്ടി യോജിപ്പിച്ചാൽ മതിയായിരുന്നു നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിനൊന്നും പറയാതെ നിന്ന് കരയുകയാണ് ചെയ്തത്. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ദേ അവൾക്ക് ബോധം തെളിഞ്ഞു കഴിയുമ്പം ആരും അവളോടൊന്നും ചോദിക്കാൻ നിൽക്കരുത്, വഴക്ക് പറയാനോ കുറ്റപ്പെടുത്താനോ ഒന്നും നിൽക്കരുത്. അവളെ വേണ്ടുവോളം നിങ്ങളോട് വഴക്ക് പറയുകയും കുറ്റപ്പെടുത്തുകയും അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഇനി അത് ആവർത്തിക്കരുത്. അവളുടെ മനസ്സിൽ അനി വല്ലാണ്ടങ്ങ് പതിഞ്ഞു പോയിട്ടുണ്ട്. അത്രമാത്രം സ്നേഹം ചിലപ്പം അനിയുടെ കയ്യിൽ നിന്ന് അവൾക്ക് കിട്ടിക്കാണും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം, അവളുടെ ബോൾഡായ ഒരു പെൺകുട്ടി ആയിരുന്നുവല്ലോ, അവൾക്ക് ഇങ്ങനെ ഒക്കെ തോന്നണമെങ്കിൽ പ്രത്യേകിച്ച് അനിയോട് വല്ലാത്തൊരു ഇഷ്ടം അവൾക്ക് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഈ കാര്യം അനി അറിയാതെ നോക്കണം. അനി ഇതറിഞ്ഞു കഴിഞ്ഞാൽ അനി സഹിക്കില്ല. പിന്നെ അറിയാലോ, ഇനിയിപ്പോൾ എന്തായി തീരുന്നൊന്നും അറിയില്ല. പക്ഷേ എനിക്കൊന്ന് തോന്നുക, ഈശ്വരൻ എന്തൊക്കെയോ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഈശ്വരൻ ഇതിന് പരിഹാരമായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരിക്കും നയന എന്നിങ്ങനെ പറയാൻ കേട്ടോ. നയന ഇതൊക്കെ കേട്ടുകൊണ്ട് മിണ്ടാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതല്ലാതെ നയന വേറൊരു ആൻസറും പറയുന്നില്ല. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ കല്യാണ മണ്ഡപമാണ് കേട്ടോ. അപ്പൊ കല്യാണ മണ്ഡപത്തിൽ ഇങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. 3 പ്രാവശ്യം മറ്റും വലം വെക്കണമല്ലോ. അങ്ങനെ വലം വെക്കുന്നതിനിടയിലായിട്ട് നമ്മുടെ അനാമികയുടെ താലി പെട്ടെന്ന് ചാടിപ്പോവുക. ഈ താലി ചാടിപ്പോയതും അനാമിക അയ്യോ എന്റെ താലി എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് എല്ലാവരും പേടിച്ചു പോയിട്ടോ. താലി വീഴുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമൊന്നും അല്ലല്ലോ. അങ്ങനെ എല്ലാവരും പേടിച്ച് വിറച്ച് നിൽക്കുക. അപ്പം ദേവയാനി പറഞ്ഞു, ഇതെന്താ താലി ചാടിപ്പോയത്, ഇത് മുറുക്കി കെട്ടിയതല്ലേ? അവസാനം മിക്കവാറും കെട്ടിയതാ നയനയല്ലേ, അവള് കെട്ടഴിച്ചു വെച്ച് കാണും, അതുകൊണ്ടായിരിക്കും ആ താലി ചാടിപ്പോയതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, മോനെ പേടിക്കാനൊന്നുമില്ല, മോനൊരു കാര്യം ചെയ്യാതെ ഒന്നും കൂടി കെട്ടിക്കൊടുക്കാൻ പറഞ്ഞു, അല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ. അങ്ങനെ നമ്മുടെ അനി വീണ്ടും ആ താലി കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരു പേടിയും പരിഭ്രമവും ഒക്കെ ഉണ്ട്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് താലി അഴിഞ്ഞു വീഴുക എന്നത്. അത് നടന്നതുകൊണ്ട് തന്നെയുള്ള ഒരു പരിഭ്രമമാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. അനി ആ താലി കെട്ടിക്കഴിഞ്ഞും എല്ലാവരുടെയും മനസ്സിൽ പേടി തന്നെയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിനെയാണ്. അങ്ങനെ ദേവയാനിക്ക് ഇത് കണ്ടിട്ട് കലി വന്നു കേട്ടോ. അപ്പൊ ദേവയാനിയോട് ജലജ പറഞ്ഞല്ലോ ഇത് നയന ചെയ്തതായിരിക്കുമെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവയാനി അവിടെ നയനയാണ് കുറ്റപ്പെടുത്തുന്നത്. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, ഇതെന്താമ്മേ കെട്ടിയ താലി താഴെ വീണത്, ഇത് വലിയ ദോഷമല്ലേ? എന്ത് ചെയ്യാനാ, മനസ്സോട് കൂടി അല്ലല്ലോ നീ അത് കെട്ടിക്കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും മോളെ എന്നിങ്ങനെ കനകദുർഗയും പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും ജലജ അവിടെ കിടന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. അല്ല, താലിച്ചരട് ലൂസാക്കിയിട്ട് ഇപ്പൊ ലൂസാക്കിയവളെ കാണുന്നില്ലല്ലോ, അവള് മനഃപൂർവ്വം താലിച്ചരട് ലൂസാക്കിയതായിരിക്കും, അവൾ എവിടെ പോയതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി ജലജ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പൊ ഇതേ സമയം വീണ്ടും നയനയും ആദർശിനെയും കാണിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ നയന ആദർശനോട് പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കാൻ ഞങ്ങള് മക്കൾക്ക് കഴിയുന്നില്ലല്ലോ, അറിഞ്ഞോ അറിയാതെയോ അവരെ ഏത് നേരവും വേദനിപ്പിച്ചോണ്ടിരിക്കുകയാണല്ലോ. എന്താ എൻ്റെ അച്ഛനും അമ്മയ്ക്കും മാത്രം ഇങ്ങനെ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും മാത്രം ഒരു സമാധാനവും കിട്ടുന്നില്ലല്ലോ. എൻ്റെ ചേച്ചിയുടെ അവസ്ഥ കണ്ടിട്ട് ഒരുപാട് കരയുന്നുണ്ട് എൻ്റെ അച്ഛൻ. അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഭർത്താവിൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ചെല്ലാൻ അത് എന്നോടും ചേച്ചിയോടും പറയുന്നുണ്ട്. അവര് എന്നെ നോക്കിക്കോളാം എന്നും നവ്യേച്ചയെ നോക്കിക്കോളാം എന്നും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ അച്ഛന് ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, നന്ദുവിൻ്റെ ജീവിതം ഓർത്തിട്ട് മാത്രം. ആ ജീവിതവും ഇപ്പം ഇങ്ങനെയായി തീർന്നല്ലോ, അത് ഓർത്തിട്ടാണ് എനിക്ക് സങ്കടം തോന്നുന്നത്. എനിക്ക് വല്ലാത്തൊരു മനപ്രയാസം തോന്നുന്നു. എല്ലാം കൂടെ ആലോചിച്ചിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല. എന്തിനാ മനപ്രയാസപ്പെടുന്നത്? നയനയുടെ കൂടെ ഇപ്പം ഞാനില്ലേ, ഞാൻ നിന്റെ കൂടെ നിന്നാ പോരെ, എന്തിനും ഏതിനും ഞാൻ കാണില്ലേ? എന്നും എനിക്കൊപ്പം ആദർശേട്ടൻ ഇങ്ങനെ നിൽക്കുമോ? എന്താ സംശയം? എന്നും ഞാൻ നിനക്കൊപ്പം നിൽക്കും.
ഞാനിപ്പം എവിടെയെങ്കിലും നിന്നെ കുറ്റപ്പെടുത്താറുണ്ടോ? ഇല്ലല്ലോ, പരിഗണിക്കാറില്ലേ ഉള്ളൂ. പിന്നെ അമ്മയുടെ മുമ്പിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് അത്ര മാത്രമല്ലേ ഉള്ളൂ. അമ്മയുടെ മുമ്പിൽ വെച്ച് ഞാൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് നീ കാര്യമാക്കരുത്, അതേ എനിക്ക് പറയാനുള്ളൂ. ചിലപ്പം അങ്ങേയറ്റം വരെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. ഇല്ല ആദർശേട്ടാ, അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല. ആദർശേട്ടൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് പേടിക്കാനൊന്നും ഇല്ലല്ലോ. ഞാൻ എന്നും നിന്റെ കൂടെ കാണും. നിന്റെ മാത്രമല്ല, നിന്റെ കുടുംബത്തിൻ്റെയും കൂടെ കാണും. എന്നെ വിശ്വസിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇനി നന്ദുവിൻ്റെ കാര്യത്തിൽ എൻ്റെ ഒരു പ്രത്യേക ശ്രദ്ധ എന്നും ഉണ്ടാകും. അത് ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് നയന, നീ കരയരുത്. നീ ഒരിക്കലും നിന്റെ കണ്ണിൽ നിന്ന് ഇനി കണ്ണുനീര് വരാൻ പാടില്ല. എനിക്ക് അനിയുടെ കാര്യം ഓർക്കുമ്പോൾ സത്യത്തിൽ വിഷമം ഉണ്ടാവുന്നത്. താലി കിട്ടുന്ന സമയത്ത് പോലും അവൻ്റെ മുഖത്തൊരു തെളിച്ചം ഉണ്ടായിരുന്നില്ല. അവൻ നോക്കിക്കൊണ്ടിരുന്നത് നന്ദുവിനെ ആയിരുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. നന്ദുവിനെ ആ വേദിയിൽ അവന് കാണാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ വല്ലാതെ അവൻ്റെ മനസ്സ് പെടഞ്ഞു കാണും. അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു ആദർശേട്ടാ. അനി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് നന്ദു ഉണ്ടോ എന്ന്. അവൻ ഒരിക്കലെങ്കിലും ഈ കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അവന് ഇഷ്ടപ്പെട്ട പെൺകുട്ടീനെ കെട്ടിയനെ. എങ്കിൽ പിന്നെ നന്ദുവിന് ഈ അവസ്ഥയൊന്നും വരില്ലായിരുന്നു. എന്ത് ചെയ്യാനാ ആദർശേട്ടാ, എനിക്കറിയില്ല എൻ്റെ മനസ്സ് എവിടെയൊക്കെയാ പോകുന്നതെന്ന്. എൻ്റെ നന്ദുവിന് ഒരാപത്തും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇല്ല, നന്ദുവിന് ഒരാപത്തും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ആദർശ് നയനയെ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത്. പിന്നെ നേരെ കല്യാണ മണ്ഡപത്തിലേക്ക് പോവുകയാണ്. കല്യാണ മണ്ഡപത്തിൽ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ജാനകി ദേവയാനിയോട് പറയുക, ഓരോരുത്തരും ഇവിടെ പ്രാർത്ഥനയായിട്ട് നിൽക്കല്ലേ, പിന്നെ എങ്ങനെയാ താലി താഴെ വീഴാതിരിക്കുക. അപ്പം ദേവയാനി പറഞ്ഞു, അതിനൊന്നും ഒരു കാര്യമില്ല. താലി നന്നായിട്ട് കെട്ടി മുറുക്കിക്കൊണ്ടാണല്ലോ ചിലരൊക്കെ വീട്ടിലേക്ക് വന്നത്. എന്നിട്ട് എന്തായി? ഓരോ ദിവസവും ഓരോ പ്രശ്നം. അപ്പം ജലജ പറഞ്ഞു, ഇവിടെ താലിയുടെ കെട്ട് അഴിച്ചു വിട്ടതാ, എന്നിട്ട് അവള് മുങ്ങുകയും ചെയ്തു. അതെ, അവക്കതിന്റെ ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ നമ്മുടെ നവ്യ പറഞ്ഞു കേട്ടോ. നവ്യ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കുമാണ് ജാനകി, എന്തിനാ അവളെ കൊണ്ട് കെട്ടിച്ചത്? ഏട്ടത്തിക്ക് തന്നെ കെട്ടിയാൽ പോരായിരുന്നോ? ഏട്ടത്തി തന്നെ ഒന്ന് വലിച്ചു മുറുക്കി കെട്ടിയായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. അവളെ കൊണ്ട് കൈ തൊടിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അതിന് എന്ത് ചെയ്യാനാ? അവള് മുന്നിൽ കയറി വന്ന് നിന്നില്ലേ അവള് കെട്ടാന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്യും ആ ഒരു സമയത്ത്? അപ്പോഴത്തേക്കും കനകദുർഗ പറഞ്ഞു, നയനമോള് മനഃപൂർവ്വം അങ്ങനെയൊന്നും ചെയ്യില്ല. നിങ്ങൾ മിണ്ടരുത്, അല്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ വെച്ച് ഞാൻ എന്തെങ്കിലും പറയും. അപ്പൊ നമ്മുടെ നവ്യയും പറഞ്ഞു, അമ്മേ ബാ നമുക്ക് പോകാം, അല്ലെങ്കിൽ ചിലപ്പോഴേ എൻ്റെ നാക്ക് ചൊറിഞ്ഞു വരും, ഞാനും വല്ലതും പറയും, അതുകൊണ്ട് അമ്മ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ കനകദുർഗേനെ കൂട്ടിക്കൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു, ഇവക്ക് ഇച്ചിരി എല്ല് കൂടുതലാണല്ലോ. എൻ്റെ പൊൻ്റെ ഇടത്തി, ഇവളിങ്ങനെ സംസാരിക്കത്തേ ഉള്ളൂ, മറ്റവളുണ്ടല്ലോ സംസാരിക്കുമല്ല പ്രവൃത്തിയിലാ കാര്യം, മറ്റവരെ സ്നേഹിച്ചു വീഴ്ത്തുകയാ അവളുടെ ജോലി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും മുത്തശ്ശി നേരെ ഒരു ജോത്സ്യൻ്റെ അടുത്തേക്ക്, ഒരു ജോത്സ്യനല്ല മറ്റേ ജോത്സ്യനുണ്ടല്ലോ നമ്മുടെ നന്ദുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ ആ ജോത്സ്യൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ആ ജോത്സ്യൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ആ ജോത്സ്യൻ ചോദിച്ചു, അല്ല ഞാൻ അന്ന് പറഞ്ഞ കാര്യം തീരുമാനമാക്കിയില്ലായിരുന്നല്ലേ? അയ്യോ, അന്ന് തീരുമാനം എടുത്തല്ലോ, വാഴക്കല്യാണം നടത്തിയല്ലോ. അതെ, പയ്യന് ജാതക പ്രകാരം 2 കല്യാണമുണ്ട്. വാഴക്കല്യാണം നടത്തിയാലേ ആ ഒരു ദോഷം മാറത്തുള്ളൂ എന്ന് ഞാൻ അന്ന് പറഞ്ഞതല്ലേ? അത് പ്രകാരമാ സ്വാമി ഞങ്ങളത് ചെയ്തത്. അപ്പോഴേക്കും അവിടെ നിന്ന് വേറൊരു പൂജാരി ഉണ്ടായിരുന്നു. ആ കല്യാണം നടത്തിയ പൂജാരി ഉണ്ടായിരുന്നു. കല്യാണം നടത്തിയ പൂജാരിയും പറഞ്ഞു, അതേലോ വാഴക്കല്യാണം നടത്തിയല്ലോ, അപ്പം പിന്നെ ദോഷം തീരൂലോ. അതെ, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. സാധാരണ ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടില് വലതുകാലെടുത്ത് വെച്ച് കയറുമ്പോൾ വിളക്ക് അണയൂല്ലോ. സാധാരണ അതൊരു വലിയ ദോഷമാണെന്നാണല്ലോ പറയുന്നത്. ഇതിപ്പോ അതുമല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. താലിയ അഴിഞ്ഞു വീണത്. അതങ്ങനെ അഴിഞ്ഞു വീഴാൻ പാടില്ലാത്ത കാര്യമാണ്. അല്ല, എങ്ങനെയാ ഇതിനുള്ള ഒരു പരിഹാരം സ്വാമി? എന്തെങ്കിലും പരിഹാരം ഉണ്ടോ? ഒരു പരിഹാരം ഉണ്ട്, അത് കുറച്ച് ഫലപ്രദമായിട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ഇത് ചിലപ്പോൾ വലിയ ദോഷമാകാൻ ചാൻസ് ഉണ്ട്. അല്ല, മൂർത്തി സാറിനോട് കാര്യം പറഞ്ഞില്ലായിരുന്നോ? അത് പിന്നെ മൂർത്തി സാറിനോട് കാര്യം പറയാൻ അദ്ദേഹം ഇപ്പം ഹോസ്പിറ്റലിലാണ് ഉള്ളത്. മൂർത്തി സാർ ഉണ്ടായിരുന്നെങ്കിൽ മൂർത്തി സാറ് ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തേനെ. ഏതായാലും അവരുടെ ജീവിതം നന്നായി പോണമെന്ന് പ്രാർത്ഥിക്കുക. ഇനി അതല്ലാതെ വേറൊരു വഴിയില്ല നമ്മുടെ മുമ്പിൽ എന്ന് പറഞ്ഞിട്ട് ആ സ്വാമി അങ്ങ് പോയിട്ടോ. അപ്പോഴത്തേക്കും ജാനകി വന്ന് ചോദിച്ചു, അദ്ദേഹം എന്താ അമ്മേ പറഞ്ഞത്? അതെ, 2 കല്യാണം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞില്ലായിരുന്നോ അദ്ദേഹം? ഇപ്പോഴും അദ്ദേഹം അത് തന്നെയാ പറയുന്നത്. എന്തിനാ അമ്മ ഇതൊക്കെ വിശ്വസിക്കുന്നത്?
നമുക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ നോക്കാം. ഇതൊന്നും അനിയുടെ മുമ്പിൽ ചെന്ന് വിളമ്പരുത്. അങ്ങനെ വിളമ്പിക്കഴിഞ്ഞാൽ അവനത് പേടിയാകും. അല്ല ജാനകി, അയാൾ പറഞ്ഞത് ഒരിക്കലും തെറ്റാറില്ല. അല്ല അപ്പം പിന്നെ അയാൾ എന്തിനാ അന്ന് വാഴക്കല്യാണം നടത്താൻ പറഞ്ഞത്? അത് പിന്നെ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പം എനിക്ക് അറിയാവുന്ന പരിഹാരമാണ് ഞാൻ പറഞ്ഞത്, ഇനി വേറൊരു പരിഹാരം ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ജാനകി പറഞ്ഞു, ഇന്ന് താലി താഴെ പോയത് വേറൊരുത്തി കാരണമാ, മനഃപൂർവ്വം തന്നെ. അവള് കാരണം നയന. ജാനകി, നീ ഇങ്ങനെയൊന്നും പറയരുത്, ഒരിക്കലും നയനമോൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേവയാനി ഇങ്ങ് വന്നിട്ട് പറഞ്ഞു, ദേ ഈ തിരുമേനി തന്നെയല്ലേ പറഞ്ഞത്, നയന കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിന് ഐശ്വര്യമാണെന്നും നയനയും ആദർശവും ഒന്നിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെന്തോ നല്ലത് സംഭവിക്കുന്നൊക്കെ. എന്നിട്ട് എന്തെങ്കിലും നല്ലത് സംഭവിച്ചോ? ഇല്ലല്ലോ. കഷ്ടപ്പാടും ദുരിതങ്ങളും അല്ലാതെ വേറൊന്നുമില്ല. എവിടെ നോക്കിയാലും അശോകനെ മാത്രമല്ലേ ഇപ്പൊ സംഭവിക്കുന്നുള്ളൂ. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, ദേവയാനി നീ അങ്ങനെ പറയുമൊന്നും വേണ്ട, നല്ലൊരു ഭാര്യനെയല്ലേ അവന് കിട്ടിയത്. പിന്നെ എനിക്ക് അതിനുള്ള അഭിപ്രായമൊന്നുമില്ല. ദേ ഇപ്പൊ പോയ ആ ഒരു തിരുമേനിയുടെ നാവ് സത്യമുള്ള നാവൊക്കെയായിരുന്നു, പക്ഷെ പ്രായമായപ്പം അത് പിഴച്ചു തുടങ്ങി. ഞാൻ അങ്ങനെ തന്നെയാ കരുതിയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം ജാനകിയും പറഞ്ഞു, ഞാനും അങ്ങനെ തന്നെയാ കരുതിയേക്കുന്നതെന്ന് പറഞ്ഞു. ഇതേ സമയം നമ്മുടെ അനീനെ കാണിക്കുകയാണ്. അപ്പൊ ഈ ഫോട്ടോ എടുക്കുന്നതിനിടയിൽ അനി നന്ദുവിനെ കാണുന്നില്ലല്ലോ, നന്ദു ഇത് എവിടെ പോയതായിരിക്കും, ഇതുവരെ നന്ദുവിനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ അന്വേഷിക്കുകയാണ് കേട്ടോ. ഏതായാലും ഇത് കണ്ടിട്ട് നമ്മുടെ അനാമികയ്ക്ക് ദേഷ്യം വന്ന് നിൽക്കുകയാണ്. അനാമികയ്ക്ക് അറിയാലോ ഇത് ആരെ അന്വേഷിക്കുന്നതെന്ന്, നന്ദുവിനെ തന്നെ അന്വേഷിക്കുന്നതെന്ന് അറിയാലോ. പിന്നെ കാണിക്കുന്നത് കനകദുർഗേനെ, ഗോവിന്ദനെ, നവ്യേനെയാണ്. അങ്ങനെ കനകദുർഗ പറഞ്ഞു, നന്ദുവിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ. അതിനിടയിൽ ആദർശ നയനെ ഇവിടെ നിന്ന് പോയി, എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അച്ഛാ, ഞാൻ ഒരുപാട് തവണ നന്ദുവിനെ വിളിച്ചു, പക്ഷെ കിട്ടുന്നില്ല. അല്ല, ആ വിഘ്നേശ്വരും രാജേഷും എവിടെ? അവർ ചിലപ്പോൾ ഗോവിന്ദേട്ട സദ്യ കഴിക്കുകയായിരിക്കുന്നേ. അവർ സദ്യ കഴിക്കുന്ന ഇടയിൽ മറന്നുപോയി കാണൂല്ലോ ഈ കാര്യങ്ങളൊക്കെ. പാവം നന്ദു ആകെ കൂടെ ഭ്രാന്ത് പിടിച്ച് നടക്കായിരുന്നു. ആയിക്കോട്ടെ, താലികെട്ട് കഴിഞ്ഞ ശേഷം നയനയും ആദർശവും എങ്ങോട്ടാ പോയത്? താലി താഴെ വീണത് ഇപ്പൊ നയനയുടെ കുറ്റമായിട്ടാണ് എല്ലാവരും പറയുന്നത്. നയനയാണല്ലോ കെട്ടിയത്. ഇനിയിപ്പോ അവര് മാറി നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഈ കല്യാണത്തിനോട് എതിർപ്പുണ്ടെന്ന് എല്ലാവരും ഉറപ്പിക്കില്ലേ? ആദർശേട്ടന് നയനയും വിചാരിച്ചുകൊണ്ട് തന്നെയാ ഇപ്പൊ ഈ കല്യാണം നടക്കുന്നത് അച്ഛാ. അത് നമുക്കറിയാം, പക്ഷെ നയനെ പ്രതിയാക്കുന്നവര് അത് മനസ്സിലാക്കുന്നില്ലല്ലോ. അപ്പൊ നമ്മുടെ കനകദുർഗ പറഞ്ഞു, ഞാൻ നയനയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, എവിടെയാ എന്താണെന്ന് അറിയാലോ എന്ന് പറഞ്ഞ് നമ്മുടെ നയനയെ കനകദുർഗ ഇങ്ങനെ വിളിക്കുകയാണ്. നയനയെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. അപ്പോഴേക്കും എവിടെയായിരിക്കും ആദർശ നയനയും? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ കനകദുർഗെ. അല്ല ഗോവിന്ദേട്ടൻ, നമ്മള് കഴിക്കാൻ വേണ്ടി ഇനി നിൽക്കണോ? ദേ അച്ഛനും അമ്മയും എന്തിനാ കഴിക്കാതിരിക്കുന്നത്? നിങ്ങളെക്കാൾ തെറ്റുകൂടൽ ചെയ്ത കൂട്ടത്തില ഞാന്. എനിക്കാരെയും ഒരു പേടിയില്ലല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഭയക്കുന്നത്? ആരെയാ ഭയക്കുന്നത്? നമ്മളിങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കുന്നതുകൊണ്ടാ മറ്റുള്ളവർ തോളെ കയറാൻ നോക്കുന്നത്. അല്ല മോളെ, അർഹതയില്ലാത്ത ബന്ധങ്ങൾ തുന്നിച്ചേർത്താല് അതും കുഴപ്പമാ. അവിടെ നമുക്ക് പലവരുടെയും മുമ്പിൽ തല കുമ്പിട്ട് നിൽക്കേണ്ടി വരും. അത് സ്വാഭാവികമാ. അങ്ങനെയാ ഇപ്പൊ ഞാനും കനകദുർഗെ ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കേണ്ടി വരുന്നത് എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് ഇങ്ങനെ ഫോട്ടോ ഒക്കെ മാറി മാറി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫോട്ടോ മാറി മാറി എടുക്കുന്നതിന്റെ ഇടയിലാണ് നമ്മുടെ അനാമികയുടെ അച്ഛൻ വന്നിട്ട്, അല്ല ആദർശിനെ കണ്ടില്ലല്ലോ, ആദർശ് എവിടെ പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു, അയ്യോ കണ്ടില്ല, മുഹൂർത്ത സമയത്ത് നയനയും ആദർശും കൂടെ എങ്ങോട്ടേക്ക് പോയി, എവിടെ പോയെന്ന് അറിയത്തില്ല. അല്ല അവരുടെ ഇവിടുത്തെ മൂത്ത മരുമക്കളും അവരുടെ ബന്ധുക്കളും ഒന്നും ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നില്ലല്ലോ എന്ന് അനാമികയുടെ അമ്മ ചോദിച്ചു കേട്ടോ. എന്നിട്ട് പറഞ്ഞു, അല്ല വളഞ്ഞ വഴിയായിട്ട് അവർ അകത്തേക്ക് കയറി വന്നിട്ടാണോ ഇപ്പൊ ഈ ഫോട്ടോ ഒന്നും എടുക്കാൻ വേണ്ടി അവര് വരാത്തത്? അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്റെ പൊന്നു രേവതി. ഏതായാലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് എല്ലാം തികഞ്ഞൊരു മരുമകൾ കയറി വരാൻ പോവല്ലേ, അതിന്റെ സന്തോഷത്തിൽ തന്നെയാ ഞങ്ങൾക്ക് ആര് ഫോട്ടോ എടുത്താൽ എന്താ, ഫോട്ടോ എടുത്തില്ലെങ്കിൽ എന്താ. അല്ല എങ്കിലും ആൽബം കാണുമ്പോൾ എല്ലാവരും ചോദിക്കില്ലേ ആദർശും വൈഫും എവിടെ പോയെന്നും അവരുടെ ബന്ധുക്കൾ എവിടെ പോയെന്നും? അതുകൊണ്ട് ഞാൻ അന്വേഷിച്ചതേ ഉള്ളൂ എന്നിങ്ങനെ അനാമികയുടെ അച്ഛൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ദേവയാനി പറഞ്ഞു, അവരെ ആൽബത്തിൽ ഇല്ലാത്തതാ നല്ലത്. അവരൊക്കെ ഇല്ലെങ്കിൽ എന്താ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് പോരെ വേണു എന്ന് ചോദിച്ചപ്പോ അതൊക്കെ മതി, സാരമില്ല, ഞാൻ പിന്നെ ചോദിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അനി പറഞ്ഞു, ആദർശേട്ടനും ഏടത്തിയും എവിടെ പോയതാ? അവരെവിടെ പോയതാന്ന് ഇതുവരെ നിങ്ങളാരും അറിഞ്ഞില്ലേ? എന്ത് ചെയ്യാനാ, നയനയുടെ കൂടെ കൂടി ആദർശം മാറിപ്പോയി എന്നിങ്ങനെ ജലജ പറഞ്ഞപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു, എന്റെ മകന് ഒരു മാറ്റവും ഇല്ല, എന്തെങ്കിലും കള്ളം പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയതായിരിക്കും അവൾ അവനെയും കൊണ്ട്. അങ്ങനെ വരാനേ വഴിയുള്ളൂ, അല്ലാതെ ഒരിക്കലും എന്റെ ആദർശ് മോൻ അങ്ങനെ പോവില്ല. അപ്പൊ ജലജ പറഞ്ഞു, അവൾ ആദ്യം മുങ്ങിയത് എന്തിനാണെന്ന് അറിയാമോ? താലി നിലത്ത് വീഴുന്ന അവൾക്ക് അറിയായിരുന്നു. അവളല്ലേ അത് മുറുക്ക കെട്ടാതിരുന്നത്, അതുകൊണ്ട് തന്നെയാ താലി നിലത്ത് വീണത്. അത് കാണാൻ അവൾക്ക് കഴിയില്ല. അവൾക്കറിയാം എല്ലാവരും അവളെ കുറ്റപ്പെടുത്തുന്ന, അതുകൊണ്ട് അവൾ ഇവിടുന്ന് മുങ്ങിയത്.
ഏതായാലും ഇത്രയൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് രേവതിയും വേണു അങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ജാനകി പറഞ്ഞു, ദേവയാനിയോട് ഏടത്തി എനിക്കൊരു സംശയം, ഇവിടെ ബ്രെയിൻ വാഷ് നടന്നിട്ടുണ്ട്. മിക്കവാറും ആ വേണുവിനെയും രേവതിനെയും നിർത്തിയിട്ട് നമ്മുടെ നയനെ എന്തൊക്കെയോ ബ്രെയിൻ വാഷ് നടത്തിയിട്ടുണ്ട്, ആദർശം കൂടെ ചേർന്ന്. അതുകൊണ്ട് തന്നെയാ ഇപ്പൊ ഇവിടെ ആദർശ് എന്തിയെ നയനെ എന്തിയെന്നൊരു ചോദ്യം വന്നത്. അവരങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കുന്നത് നല്ലതാ. അവളുടെ നാക്കിൽ നിന്ന് തേനും പാലും ആണല്ലോ ഒലിഞ്ഞ് ഇറങ്ങണത്. ചിലപ്പം ഈ വേണുവിനും രേവതിക്കും അവളുടെ സംസാരം ഇഷ്ടപ്പെട്ടിട്ടെ അവളെയും ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോ കല്യാണം നടന്നല്ലോ, ഇനിയിപ്പോ എന്താ ജാനകി, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ വന്നു. ജലജയോട് ദേവയാനി പറഞ്ഞു, കുട്ടികൾ തമ്മില് വേർപിരിയൊന്ന് ഇവക്ക് വല്ലാത്തൊരു പേടി ജാനകിക്ക്, നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറഞ്ഞു. ഇപ്പൊ എന്റെ പൊന്ന് ജാനകിച്ചി, ഇതൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ഈ വാഴക്കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, ഇതൊക്കെ നയന പറഞ്ഞ് ചെയ്യിപ്പിച്ചതാ. അല്ല എന്റെ ജാനകി, നീ ഇതൊന്നും മനസ്സിൽ വെക്കാതെ, നീ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ആ കൊച്ചിനെ വിഷമിപ്പിക്കരുത്. അയ്യോ എന്റെ ഏടത്തി, ഞാൻ എന്റെ മരുമകളെ മോളായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇത്രയും ഇനി ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ വേദനിപ്പിക്കില്ല. പിന്നെ ഏടത്തിയുടെ മരുമകളോട് പറഞ്ഞാൽ മതി ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കരുത് ആ പെങ്കൊച്ചിനെന്ന്. അവൾക്കും അവളുടെ വീട്ടുകാർക്കുമാണല്ലോ ഈ ബന്ധം സഹിക്കാൻ വയ്യാത്തത്. അതുകൊണ്ട് ഏടത്തി അതൊന്ന് പറഞ്ഞ് തീരുമാനം ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ജാനകി അങ്ങ് പോയി കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശിന്റെ അച്ഛനെയാണ്. അങ്ങനെ ആദർശിന്റെ അച്ഛൻ വേണുവിനോട് പറയും, ഇപ്പൊ തന്നെ ഭയങ്കര ജോലിഭാരമാണ് ആദർശിന്. ഞാനും എല്ലാവരും ഒക്കെ ഉണ്ടെങ്കിലും എല്ലായിടത്തും ഓടി നടക്കുന്നത് അവൻ തന്നെയാ നമ്മുടെ ആദർശ്. അതുകൊണ്ട് തന്നെയാ ഇപ്പം അനിയെ ഒരു ബ്രാഞ്ചും കൂടെ ഏൽപ്പിക്കുന്നത്. പിന്നെ അബിയുടെ കാര്യം അറിയാലോ, അബീനെ കൊണ്ട് ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും വീണ്ടും ദേവയാനി വന്നിട്ട് നമ്മുടെ ദേവയാനിയുടെ ഭർത്താവിനോട് ചോദിക്കും, അല്ല ആദർശ് നയനി എങ്ങോട്ടാ പോയത്? അവരെങ്ങോട്ടാ പോയെന്ന് എനിക്കറിയില്ല, അവർ ഉടനെ വരുന്നു ഞാൻ ഫോൺ വിളിച്ചപ്പം പറഞ്ഞു. ജയേട്ട ഈ സമയത്താണോ അവളെയും കൊണ്ട് ചുറ്റാൻ പോകുന്നത്? അവന് ചുറ്റാനൊന്നും അല്ലെന്നേ, ഇനി ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുമെന്ന് അറിയില്ലല്ലോ. ഇന്ന് കല്യാണം ആയതുകൊണ്ട് അച്ഛൻ്റെ അരിയിലേക്ക് പോയിരിക്കുന്നത് അഭിയല്ലേ, പിന്നെ എന്തിനാ അവര് പോയത്? അവര് വന്നാലല്ലേ അതൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് നേരെ നമ്മുടെ ദേവയാനി ഫോൺ വിളിക്കുക. ദേവയാനി ഫോൺ വിളിച്ചിട്ടും ആദർശം എടുക്കുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറഞ്ഞു, അവൾ അടുത്ത് കാണും, അതായിരിക്കും ഫോൺ എടുപ്പിക്കാത്തത്. എന്തിനാ ആ പെങ്കുച്ചിന് വെറുതെ കുറ്റം വെക്കുന്നത് ദേവയാനി? പിന്നെ കുറ്റം വെക്കാതെ ഇന്ന് താലി അഴിഞ്ഞു വീണത് കണ്ടില്ല ജയേട്ടൻ? അത് ആര് കാരണോ? അവള് കാരണം തന്നെയാ. അവളാ ആ താലി ലൂസാക്കി കെട്ടിയത്. അത് അഴിഞ്ഞു വീണത് അവൾ ഒറ്റയൊരുത്തി കാരണമാ. ഇതൊക്കെ ഇവിടെ നിന്ന് കാണേണ്ടി വരില്ലേ, അതുകൊണ്ട് അവള് മുങ്ങിയത് എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി കുറ്റവും പറഞ്ഞിട്ട് ഒരൊറ്റ പോക്ക് പോയിട്ടോ. ഇതിനിടയിൽ ഒന്നും അറിയാതെ നമ്മുടെ അനി നന്ദു വരുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നന്ദുവിന്റെ മുഖമാണ് നമ്മുടെ അനിയുടെ മനസ്സിൽ. അങ്ങനെ എത്തി വലിഞ്ഞു വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി നിൽക്കുന്ന ആ ഒരു ഭാഗം കാണിച്ചാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.